ബർത്ത്ഡേ കേക്കൊക്കെ അതിനകത്തിരിക്കാം മുൻപ് പോകുന്ന വണ്ടി. എന്തായാലും മാധവ് സാർ നമ്മളെ കൂടെ ഉണ്ട്. മാധവ് സാറാണ് ഇപ്പോൾ നമുക്ക് നമ്മളെ ബർത്ത്ഡേ മഴയൊക്കെയാണ്, കാലാവസ്ഥ മോശമാണെങ്കിലും മാധവ് സാർ വന്നതിൻ്റെ എല്ലാം അടിസ്ഥാനപരമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും 2020 ഒക്കെ സാറാണ് ചെയ്തത്. അപ്പോൾ എൻ്റെ ഒരു ബർത്ത്ഡേക്കും സാറിനെ ഏൽപ്പിച്ചിരിക്കുകയായിരുന്നു. അപ്പോൾ സാറ് വന്ന എല്ലാ കാര്യങ്ങളും കൃത്യസമയത്തൊക്കെ കേക്ക് വരുത്തുകയും കൃത്യസമയത്ത് ബലൂനൊക്കെ സാറ് വന്ന് നിറച്ച് ആൾക്കാരെ കൊണ്ട് ചെയ്യിപ്പിച്ച്. സാറിൻ്റെ ടീമുകൾ ഫ്രണ്ടിൽ പോകുന്നുണ്ട്, ഹരിയും ടീമും ഒക്കെ, കൊല്ലം ന്യൂസിൻ്റെ ടീമുകളൊക്കെയാണ്, അവരൊക്കെ മുമ്പിൽ പോകുന്നു. പിന്നെ കൂടാതെ നമ്മളെ മീനാക്ഷി ഉണ്ട് ഇതിനകത്ത്. എല്ലാ മാന്യ പ്രേക്ഷകരും മീനാക്ഷി എന്തുകൊണ്ട് മീനാക്ഷി പറയാം അഭിപ്രായം? സന്തോഷം തന്നെ. 50 വയസ്സ് തികയുന്ന ദിവസമാണെന്ന് കലാകാരനാണ് നമ്മളെ ഹരി കൊല്ലം. അതേപോലെ തന്നെ ഗായികയായ എനിക്ക് ഒരുപാട് പഴയ കാലങ്ങളിൽ പാട്ടുകളുമായി എല്ലാവരുടെ ഇഷ്ടത്തിലും ലൈവിലാണ് വരുന്നത്. എല്ലാവർക്കും എൻ്റെ ബർത്ത്ഡേ ആഘോഷത്തിലേക്ക് സ്വാഗതം. ബർത്ത്ഡേയുടെ ഭാഗമായിട്ട് നമ്മൾ സപ്പോർട്ടായിട്ട് വരിക, അവരെ സന്തോഷിപ്പിക്കുക. പണം കൊണ്ടല്ലെങ്കിലും മറ്റ് കൊണ്ടെങ്കിലും അവിടെ എല്ലാം ചെറുതെന്നോ വലുതെന്നോ ഇല്ലാതെ കലാകാരൻ്റെ ആവശ്യത്തിന് വലിയ ഒരു മൂളിപ്പാട്ട് പാടി അവിടെ നമ്മൾ മഴവിൽ കൊടി കാവടി അഴകു വിടർത്തിയ മാനത്തെ പൂങ്കാവിൽ തുമ്പിക്കും അവളുടെ പൊന്മക്കൾ കൊണ്ടേറുന്നു. മഴവിൽ കൊടി കാവടി അഴകു വിടർത്തിയ മാനത്തെ പൂങ്കാവിൽ തുമ്പിക്കും അവളുടെ പൊന്മക്കൾ കൊണ്ടേറുണ്ടോ. കൊച്ചിന് കൊടുക്കുന്നില്ല. മോൾക്കുട്ടിയെ മെഡിക്കൽ കുട്ടിയാണല്ലേ, ഞങ്ങൾക്ക് തരുവോടെ കുട്ടിയെ. ഞങ്ങൾക്ക് നമുക്ക് നമ്മളെ പച്ചയല്ലേ അവിടത്തേക്ക് നമുക്ക് കൊണ്ടുപോവാം. മീനെ പിടിക്കേ അവിടെ നോക്കി അങ്ങോട്ട് പ്രിയപ്പെട്ടവരെ, ഇപ്പോൾ ഇവിടെ കാണുന്ന ദൃശ്യങ്ങൾ ഇന്ന് എൻ്റെ പ്രിയപ്പെട്ടവരെ നമ്മളെ കൊല്ലം ബീച്ചിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ്. കെ മീഡിയയുടെ പ്രേക്ഷകർക്കെല്ലാം ഇവരെല്ലാം കലാകാരന്മാർ ഒരേ സംഭവങ്ങളാണ് ഇരിക്കുന്നതൊക്കെ. എൻ്റെ ബർത്ത്ഡേ ആഘോഷം എന്ന് പറയുന്നത് ആഘോഷിക്കാനായി കോട്ടയം ജില്ലയിൽ നിന്നും വളരെ എവിടെ സ്ഥലം ഇവിടെ തട്ടാമല, അങ്ങനെ നമ്മളെ പുത്തൂര്, അങ്ങനെ മാധവൻ സാറ് നമ്മളെ മണശില്പം ഡയറക്ഷൻ ചെയ്ത 2020 ആണ് നിൽക്കുന്നത്. മാധവൻ സാറാണ് അതിൻ്റെ ഡയറക്ഷൻ. ഇന്നും മാധവൻ സാറിൻ്റെ രീതിയായിരുന്നു ഈ ബർത്ത്ഡേ എങ്ങനെ കൊണ്ടുവരാനുള്ളൊരു പ്ലാനിങ്. മാധവൻ സാർ എൻ്റെ കൈ നോക്കി കാണിച്ചേ. മാധവൻ സാറിൻ്റെ ഒരു പ്ലാനിങ് ആയിരുന്നു. അതേപോലെ തന്നെ നമ്മൾ 50ാം ബർത്ത്ഡേ ആഘോഷം കൊല്ലം ബീച്ചിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ്. തീർച്ചയായിട്ടും മോളിക്കുട്ടി കരയുന്നു. മോക്കെന്താ വേണം?
നമുക്കെന്ത് പറ്റിയോ അവിടെ ഒന്നും വരത്തില്ല മോള് കുട്ടി. അയ്യോ കഷ്ട, ആ കരച്ചിലൊന്നും കണ്ടോ ലൈവ് വഴി. കിടില. അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് വീണ്ടും പോയി വരാം. മാധവ സാറേ ഒന്ന് പിടിച്ചേ, ഒന്ന് പിടിച്ചേ. ഞാൻ ഒന്ന് കയറാം, അവിടെ നിന്ന് ഇരിക്കട്ടെ. ഞാൻ 2 കാര്യം പറയട്ടെ. ഒന്ന് പിടിച്ചോണേ. ഞാൻ കയറാം. മാമൻ്റെ അടുത്ത് നോക്കിയാൽ അങ്ങോട്ട് നോക്കണ്ട. അല്ല മോൾക്കുട്ടീനെ അറിയാം. അപ്പോൾ നമ്മളെ ബർത്ത്ഡേ ആഘോഷത്തിന് വന്ന കുട്ടിമോള് കണ്ടില്ലേ, കുട്ടിമോള് ഇവിടെ കടല് കണ്ടപ്പോൾ അങ്ങ് പേടിയായി പോയി. തീർച്ചയായിട്ടും ഇരിക്കുന്നവരെല്ലാം നമ്മളെ പ്രിയപ്പെട്ടവരാണ്. എന്തായാലും എൻ്റെ ബർത്ത്ഡേ ആഘോഷം കൊല്ലം ബീച്ചിൽ 25 വർഷം ഈ മണൽശില്പ കലാകാരനാണ്. പക്ഷേ ഇതുവരെ തോന്നാത്ത ഒരു ബർത്ത്ഡേ ആഘോഷം, 50ാം ബർത്ത്ഡേ ആഘോഷം കൊല്ലം ബീച്ചിൽ കഴിഞ്ഞെന്നുള്ളതാണ്. അതിന് എല്ലാവരും ഈ വേളയിൽ സാക്ഷിയായ എല്ലാവർക്കും നന്ദി. വന്നവർക്കും എൻ്റെ കൂടെ സഹകരിച്ച എല്ലാ എൻ്റെ സുഹൃത്തുക്കൾക്കും, എൻ്റെ വൈഫുണ്ട് മീനാക്ഷിയുണ്ട്, അങ്ങനെ എൻ്റെ അടുത്ത സഹോദരി, ഇതൊരു സഹോദരി, വീണ്ടും ബാക്കിയിരിക്കുന്ന സഹോദരി, ഇവരെല്ലാം സഹോദരിമാരാണ്. തീർച്ചയായിട്ടും ഇനി ഇങ്ങനെ ഒരു ബർത്ത്ഡേ ഇവർക്കും ഗ്രൂപ്പൊക്കെ ഇങ്ങനെ ഉണ്ടാകുമ്പോൾ ഇങ്ങനെ എന്നെ കൊല്ലം ബീച്ച് പ്രകൃതിയുടെ മണ്ണിൽ വളരെ ഐശ്വര്യം നിറഞ്ഞ ഒരു സ്ഥലത്ത് വന്ന് ഇങ്ങനെ ബർത്ത്ഡേ ആഘോഷിക്കുന്ന ചന്തം തന്നെയാണ്. അപ്പോൾ പറഞ്ഞുകൊണ്ട് ഈ മീഡിയയുടെ പ്രേക്ഷകർക്ക് ഞങ്ങൾ വിട്ടുപോകുവാണ്. പോയി വരാം. നന്ദി, നമസ്കാരം. ബർത്ത്ഡേ ആഘോഷം, 50ാം ബർത്ത്ഡേ ആഘോഷത്തിന് എൻ്റെ ഇതെല്ലാം ഞാൻ എൻ്റെ ബർത്ത്ഡേ ആഘോഷിക്കാൻ വന്നെങ്കിലും ഇവിടെ മധുരം കൊണ്ട് ആറാട്ട് നടത്തുന്ന വേറെ ആൾക്കാരാണ്. ശില്പി രാജേന്ദ്ര പ്രസാദിൻ്റെ 50ാം ബർത്ത്ഡേ ആഘോഷമാണ് ബീച്ചിൽ വെച്ച് നടത്തുന്നത്. പക്ഷേ ഇവിടെ മാധവ സാറേ നമസ്കാരം. മാധവ സാർ ഐസ്ക്രീം ഒന്നും കഴിക്കാതെ, മാധവ സാറിന് ഐസ്ക്രീം എല്ലാം മേടിച്ചു കൊടുത്തിട്ട് ആ സാറ് കഴിക്കാതെ ഇവിടെ മാറി കഴിക്കുന്ന കാണുന്നത് ഇഷ്ടം. ഇന്ന് എല്ലാത്തിനും എന്താ വേണം. പിന്നെ കൊല്ലം ഇഷ്ടപ്പെട്ട കൊല്ലം വളരെ ഇഷ്ടപ്പെട്ട് കൊല്ലം ഹസ്ബൻഡിന്റെ വീട് കൊല്ലമാണല്ലോ. അപ്പൊ ഇപ്പം ഇതൊക്കെയാണെന്ന് പറഞ്ഞാൽ ആദ്യമായിട്ടാണ് ഈ കൊല്ലത്ത് വന്ന് ഓക്കെ. മാധവൻ സാറിന് എല്ലാവരും എന്നെ ശില്പിയുടെ ബർത്ത്ഡേ ആഘോഷത്തിന് വന്നപ്പോൾ മധുരം കഴിക്കുക. എന്തായാലും നമ്മുടെ ഫ്രണ്ടാണ്, മധുരം മേടിച്ചു കൊടുക്കാൻ തരുന്നത് സാറേ. ഒരു അത് മോശം സാറ് മേടിച്ചു കൊടുക്കും. പിന്നെ കുട്ടിക്കാലം പോയി അല്ലേ, തിരികെ പോയെന്ന് തോന്നുന്നു അല്ലേ, ഐസ്ക്രീമൊക്കെ കഴിച്ചിട്ടുണ്ട് അല്ലേ ബീച്ചിൽ. എന്നൊക്കെ പറഞ്ഞാൽ പോട്ടേന്നോ അപ്പൊ തീർച്ചയായിട്ടും പോയിട്ട് ഒരു എന്തായാലും ബർത്ത്ഡേ ആഘോഷം കഴിഞ്ഞ് ഹരി ഇവിടെ നിന്ന് തിരികെയാണ്. പോയി വരാം. നല്ല കോച്ചേരിയിൽ നിന്ന് വരെ വന്നു നമ്മളെ ബർത്ത്ഡേ ആഘോഷം വളരെ ആവേശപരമായി. എന്തായാലും വളരെ ഏറെ സന്തോഷമുണ്ട്, പറയാൻ വാക്കുകളില്ല. ഇനി ഒരുപാട് ഇതൊക്കെ തന്നെ. മാധവ സാർ ഉണ്ടായിരുന്നു. മാധവ സാർ അവിടെ കിടക്കുന്ന വണ്ടിയായിട്ട് മാധവ സാർ നമ്മളെ പുറകെ ഉണ്ടായിരുന്നു. ഇന്നലെ മുതലേ മാധവ സാർ ഈ വണ്ടിയായിട്ട് ചക്കയും ഒക്കെ കൊണ്ടുവന്ന് ചക്ക മുറിച്ച് പിന്നെ ബർത്ത്ഡേ നടത്താനാണ് ഉദ്ദേശിച്ചത്. പക്ഷെ ചക്കയൊന്നും കിട്ടാതെ മാധവ സാർ ഈ വണ്ടിക്കകത്ത് പോയി കൊണ്ടുവന്നു. അതൊന്നും നടന്നില്ല. പക്ഷേ പിന്നീട് നമുക്ക് ക്യാമറാമാൻ ശില്പി രാജേന്ദ്ര പ്രസാദിനോടൊപ്പം കൊല്ലം ബീച്ചിൽ നിന്നും